നോർത്ത് ഇന്ത്യയിലെ ഒരു മിഷൻ പാരീഷിലേക്ക് ഒരു അച്ഛൻ സ്ഥലം മാറി വന്നു. അച്ഛനോടെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ പരിചയപ്പെട്ട് തുടങ്ങിയിട്ടില്ല. വന്നിടക്കാണ് അച്ഛനൊരു ദൂരയാത്രയ്ക്ക് പോയി. തിരിച്ചിങ്ങനെ ബസ്സിൽ വരാണ്. അച്ഛൻ മഫ്റ്റിയിലാണ്. ടിക്കറ്റ് എടുത്ത് ബാക്കി പൈസ കിട്ടി നോക്കിയപ്പോഴേക്കും 1 രൂപ കൂടുതലുണ്ട്. അപ്പോൾ ഉടനെ അത് തിരിച്ചു കൊടുക്കാൻ നോക്കിയപ്പോൾ കണ്ടക്ടർ മുന്നോട്ട് പോയി. അപ്പോൾ അച്ഛൻ കരുതി 1 രൂപയല്ലേ, കുഴപ്പമില്ല. അച്ഛൻ അത് കൊടുത്തില്ല. അച്ഛന് ഇറങ്ങാനുള്ള സ്റ്റോപ്പായപ്പോഴേക്കും അച്ഛനൊരു ഉൾവിളി. അച്ഛൻ കണ്ടക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ 1 രൂപ കൂടുതലുണ്ടായിരുന്നിട്ട, പൈസ തിരിച്ചു കൊടുത്തു. കണ്ടക്ടർ ചിരിച്ചത് വാങ്ങിയിട്ട് പറഞ്ഞു, ഞങ്ങളുടെ പള്ളിയിലേക്ക് വന്ന പുതിയ അച്ഛനാണല്ലേ, വരുന്ന ഞായറാഴ്ച പള്ളിയിൽ കാണാം അച്ഛ. അച്ഛൻ ബസ്സിൽ നിന്ന് ഇറങ്ങി ബസ് വിട്ടു. അച്ഛൻ അവിടെ ഉണ്ടായിരുന്ന ലാമ്പ് പോസ്റ്റിൽ ഇങ്ങനെ തല ഇടിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, ദൈവമേ ഞാനിപ്പോൾ നിന്നെ 1 രൂപയ്ക്ക് വിറ്റാനെ, ദൈവമേ ഞാനിപ്പോൾ നിന്നെ 1 രൂപയ്ക്ക് വിറ്റാനെ. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് ജീവിക്കണം. കാരണം നിങ്ങൾ ടീച്ചേഴ്സാകുന്ന ആൾക്കാരാണ്, നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ആൾക്കാരാണ്. മറ്റുള്ളവർ നിങ്ങളെ വളരെ ശ്രദ്ധയോടെ നോക്കുന്നുണ്ട്. യു ആർ അണ്ടർ സർവൈലൻസ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള സർവൈലൻസിലാണ് നിങ്ങൾ അറിഞ്ഞും അറിയാതെയും ആൾക്കാർ നിങ്ങളിൽ നിന്ന് പഠിക്കുന്നുണ്ട്. നിങ്ങൾ പാഠപുസ്തകങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം ജീവിക്കാൻ. ഇതാണ് ഈശോ ശിഷ്യന്മാർക്ക്, പ്രത്യേകിച്ച് ടീച്ചേഴ്സിന് നൽകുന്ന മുന്നറിയിപ്പാണ്. നമ്മളുടെ മുന്നിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്, നമ്മൾ പോലും അറിയുന്നില്ല. പക്ഷെ അവർ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബിഹേവ്.